സ്തോത്രം സ്തോത്രം. കാരുണ്യവാനും നിത്യനും ഞങ്ങളെ അകലില്ലാതെ സ്നേഹിക്കുന്നതിനുമായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, ഈ ഒരു ദിവസം സന്ധ്യാസമയത്ത്, ഞായറാഴ്ച ഈ സന്ധ്യാസമയത്ത് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുവാൻ സാധിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വന്നു ചേർന്നിരിക്കുന്ന ഈ ആലുവം പരിസരവും മുന്നാട്ടിൻ്റെ രക്തത്താവിന് ഉപയോഗിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വന്നുകൂടി ഓരോരുത്തരെയും പേരായി സമർപ്പിക്കുന്നു. കർത്താവെ, പാടുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവെ വചനം ഗ്രഹിക്കുവാനുള്ള കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുന്നമേ നിന്റെ രാജ്യം നീതി അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്ന മോനിശനെ കുടുംബമായി തരുന്ന കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടുന്ന മന്നാവലംബി തരുവാനുള്ള പരിശുദ്ധാത്മ ശക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ കുരുടാക്കുന്ന ഒരു കാര്യത്തിൽ ഞങ്ങളുടെ ഇടുവാൻ ഞങ്ങളെ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയരത്തിലെ ആനന്ദം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ളവരെ എത്രയും വേഗം കൂട്ടിവരുത്തണം, വഴി യാത്രയിലൊക്കെ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വ യേശുവിനെ കൃപയോടെ കേട്ടിട്ടുമാറാണ്. കർത്താവിന്റെ പ്രവർത്തനമായിട്ട് കരങ്ങൾ സ്തോത്രം ചെയ്യാം. എൺപത്തിയഞ്ചാം യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താ വീടുതലുണ്ട് ശാലേമിൻ രാജനമേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാ. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താ വീടുതലുണ്ട് ശാലേമിൻ രാജനമേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാ. മരണത്തിൻ പാശങ്ങൾ ചുരുക്കിയാലും പാതാള വേദനകൾ ഞെരുക്കിയാലും മരണത്തിൻ പാശങ്ങൾ ചുരുക്കിയാലും പാതാള വേദനകൾ ഞെരുക്കിയാലും മരണത്തിൻ ഭീകര താഴ്വരയിൽ ബലമുള്ള ഭുജത്താൽ താങ്ങിടും മരണത്തിൻ ഭീകര താഴ്വരയിൽ ബലമുള്ള ഭുജത്താൽ താങ്ങിടും യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താ വീടുതലുണ്ട് ശാലേമിൻ രാജനമേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാ. അനർത്ഥങ്ങൾ അസംഖ്യമായേറിയാലും പ്രതികൂലത്താൽ മനം നീറിയാലും അനർത്ഥങ്ങൾ അസംഖ്യമായേറിയാലും പ്രതികൂലത്താൽ മനം നീറിയാലും അകൃത്യങ്ങൾ ക്ഷമിച്ച എന്നാത്മനാഥൻ അതിലെല്ലാം ജയം തരും ഭുജബലത്താൽ. അകൃത്യങ്ങൾ ക്ഷമിച്ച എന്നാത്മനാഥൻ അതിലെല്ലാം ജയം തരും ഭുജബലത്താൽ. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വീടുതലുണ്ട് ശാലേമിൻ രാജനമേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാ. ശത്രു സൈന്യപാളയമിറങ്ങിയാലും അന്ധകാര ശക്തികൾ പെരുകിയാലും ശത്രു സൈന്യപാളയമിറങ്ങിയാലും അന്ധകാര ശക്തികൾ പെരുകിയാലും ക്രിസ്തുവാകും പാറമേലുറച്ചു നിൽപ്പാൻ ജയത്തിൻ കൊടി വീണ്ടും ഉയർത്തിടാമേ. ക്രിസ്തുവാകും പാറമേലുറച്ചു നിൽപ്പാൻ ജയത്തിൻ കൊടി വീണ്ടും ഉയർത്തിടാമേ. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താ വീടുതലുണ്ട് ശാലേമിൻ രാജനമേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാ.
101. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? നിന്നെ വിളിച്ചവനുന്മയുള്ളോ കന്നിന്മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വാഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? കാർമുകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിൻ്റെ? കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ കഴുകിയിടുമേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ചേലോടു തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചീന്തേണ്ടി വന്നാലും ചായല്ലേ ഈ ലോകത്താനുകളിൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? കൈപ്പുള്ള വെള്ളം കുടിച്ചിടുന്നു, കൽപ്പന പോലെ നടന്നിടണം. എത്തിക്കയില്ലവൻ ശത്രുകയിൽ, സ്വർഗ്ഗപുരം നീയാണയും വരെയും. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? നൂറ്റി 46. വരുവിന്നേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിനരികിൽ
നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ ഒരു നശ്വരലോകം വിട്ടു പിരിയും നാം അതിവേഗം അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും ലോകം വെറുത്തോർ വിലനാമന്നാളറിയും ലോകം വെറുത്തോർ വിലനാമന്നാളറിയും വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നാൽപ്പത്തിയൊന്നാം സങ്കീർത്തനം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അന്നത്തെ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ രോഗശരീരം താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിയിരിക്കുന്നു. അവനെപ്പോൾ മരിച്ചു, അവന്റെ പേർ നശിക്കുമെന്ന് എന്റെ ശത്രുക്കൾ തന്നെ എന്നെ കുറിച്ച് ദോഷം പറയുന്നു. എന്നെ പാർക്കുന്നവരൊക്കെയും വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു. അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതിക ഉയർത്തിയിരിക്കുന്നു. എൻ്റെ ശത്രു എന്നെ ചൊല്ലി ദേവോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ എന്ന് എന്നെ വാഴ്ത്തുമാറാകട്ടെ. ആമേൻ ആമേൻ. രണ്ടാമത്തെ വാക്യം. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. മൂന്നാമത്തെ വാക്യം. യഹോവ അവനെ രോഗശയിൽ കാണണം. ദീനത്തിൽ യഹോവ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിയിടും. ആരുടെ കാര്യമാണ് പറഞ്ഞതെന്ന് നമുക്ക് വ്യക്തമായിട്ടവിടെ ദാവീദ് പറയുന്നുണ്ട്. എളിയവനെ ആദരിക്കുന്നവനാണ് ഭാഗ്യവാൻ. എളിയവർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. പക്ഷേ എളിയവനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല.
ഒപ്പത്തിനൊപ്പം ഉള്ളവരെയും അതിനേക്കാൾ വലിയവരെയൊക്കെ ആദരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ വളരെ എളിയവരായ ആൾക്കാരെ ഇത് മനസ്സിലാക്കിയത് യേശുക്രിസ്തു പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഏറ്റവും ചെറിയവരെ, അങ്ങനെ യേശുക്രിസ്തു പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും ചെറിയവർക്ക് ചെയ്യുന്നതെല്ലാം എനിക്കാകുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളതിനാൽ അന്ന് മുതൽ യേശുവിനെ സ്വീകരിച്ചിട്ടുള്ള ഒത്തിരി എളിയവരായ ആൾക്കാരും. ഇപ്പം നമുക്കെപ്പോഴും പറയാറുള്ള, ഞാൻ പ്രസംഗത്തിലും പറയും അല്ലാതെയും പറയും, ധനവാന്റെ പടിപ്പുര വാതിൽക്കലെ ലാസർ. കാരണം ആ ലാസറിനെ ആദരിക്കുവാൻ ആർക്ക് സാധിച്ചില്ല? ധനവാന് സാധിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അതായത് 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവമേ നീ എൻ്റെ നിഷ്കളങ്കം നിമിത്തം എന്നെ താങ്ങുന്നു, നിൻ്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളും. ഈ ധനവാൻ ലാസറിലെ ധനവാന് നിഷ്കളങ്കത്വം ഉണ്ടായിരുന്നുവോ? ഇല്ല. അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കുക, കളങ്കമില്ലാത്തവനായിരിക്കും. കാരണം പടിപ്പുര വാതിൽക്കൽ കിടക്കുന്ന ലാസറിനെ വ്യക്തമായിട്ട് അറിയാം, പേരറിയാം. അവരൊരു നാട്ടുകാരാണ്, ചിലപ്പോൾ ഒന്നിച്ച് പഠിച്ചവരായിരിക്കും. പക്ഷെങ്കിൽ ദൈവം എന്നെ അങ്ങ് അനുഗ്രഹിച്ചു, നിൻ്റെ ദൈവം എവിടെ എന്ന് ഈ ധനവാൻ ചിന്തിച്ചു കാണും. ലാസറിൻ്റെ ദൈവം അവന് ഞാനാണ് ഉത്തരവാദി, ഇങ്ങനെയൊക്കെ തോന്നിക്കാണുമായിരിക്കും. എന്നാൽ ഇവിടെ ധനവാന് നിഷ്കളങ്കത്വമില്ലായി. അതുകൊണ്ടാണ് 12-ാം വാക്യം നമുക്ക് ഒന്നുകൂടെ നോക്കാം. നീ എൻ്റെ നിഷ്കളങ്കം നിമിത്തം എന്നെ താങ്ങുന്നു, നിൻ്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളും. അതൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ലോക ജീവിതവും കഴിഞ്ഞ് നിത്യതയിലും വരുവാനുള്ള ലോകത്തിലും എന്നേക്കും ദൈവത്തിൻ്റെ മുമ്പിൽ എന്നെ നിങ്ങളെ നിർത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിഷ്കളങ്കത്വം ഉണ്ടായിരിക്കും. കർത്താവ് കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നില്ലേ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളത്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരണം, കളങ്കമില്ലാത്തവരെ, നിഷ്കളങ്കരായി. അങ്ങനെ ഞാനും നിങ്ങളും ആയി കർത്താവ് പറഞ്ഞതനുസരിച്ച് ജീവിച്ച് ഞാനും നിങ്ങളും എളിയവനെ ആദരിച്ചാലേ നമ്മുടെ അനർത്ഥ ദിവസത്തിൽ കർത്താവ് നമ്മളെ വിടിവിച്ച് ജീവനോടെ കാത്ത് നമ്മളെ ഭാഗ്യവാനാക്കി ശത്രുക്കളുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കാതെ രോഗശയിൽ താങ്ങി ദീനത്തിൽ കിടക്കിയെല്ലാം മാറ്റി വിരിച്ച് കൃപ തോന്നി സൗഖ്യം തരുന്നൊരു നല്ല കർത്താവ്. പിന്നെ എത്രയോ ആളുകൾ അല്ലേ വർഷങ്ങളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ ഒരു സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നില്ലേ? എന്നാൽ എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ട്, അനേക രോഗങ്ങളുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ നമുക്കെല്ലാവർക്കും എന്തുണ്ട്? കൃപ കർത്താവ് തരുന്നുണ്ട്. രോഗശൈലിയിൽ നമ്മളെ താങ്ങുന്നുണ്ട് അല്ലേ? 2 കൊരിന്ത്യർ 4:7 പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ല, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, അത് ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് പറയേണ്ടതിന് മൺപാത്രങ്ങളിലാകുന്നു പകർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. അവിടെ ഈ നിക്ഷേപം ഏതാ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ നിക്ഷേപമായിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ്. 8-ാം വാക്യത്തിൽ ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കും. അപ്പം അയ്യോ അപ്പടി കഷ്ടമാണ്, പക്ഷേങ്കിൽ ഇടുങ്ങിയല്ലിരിക്കും. ബുദ്ധിമുട്ടുന്നവരാ എങ്കിലും ഞങ്ങൾക്ക് എന്തില്ല? നിരാശപ്പെടുന്നില്ല. എത്രയോ ആളുകൾ നിരാശ ഉള്ളൊരു ജീവിതത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെടാതെ അല്ലേ, ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എങ്കിൽ പോലും നിരാശപ്പെടാതെ ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു. അത് മാത്രം എപ്പോഴും ഓർത്തോണം. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒന്നിനു പുറകെ കഷ്ടങ്ങളും വേദനകളും രോഗങ്ങളും ഒക്കെ കടന്നു. എന്താണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഒന്നും ചോദിക്കണ്ട. കാര്യം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ അതിൽ നിന്നെല്ലാം നിലനിർത്തുന്ന ഒരു നല്ല കർത്താവ്, നമ്മളെ ഭാഗ്യവാനാക്കുന്ന കർത്താവ് അല്ലേ? അനർത്ഥ ദിവസത്തിൽ വിടിവിച്ച് ജീവനോടെ കാത്ത് പരിപാലിച്ച് ശത്രുക്കളുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കാതെ രോഗശയിൽ താങ്ങി ദീനത്തിൽ കിടക്കിയെല്ലാം മാറ്റി പിരിച്ച് കൃപ തോന്നി സൗഖ്യം തരുന്ന കർത്താവ്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങായപ്പോൾ ടിച്ചാൻ കടന്നു വന്ന് പ്രാർത്ഥിക്കും. ഇന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്ന്, നമ്മുടെ കൊത്തങ്കലെ ദേച്ചൻ്റെ മകൻ ഡാനി പനിയാൽ ഭാരപ്പെട്ടു, പ്രത്യേകം പ്രാർത്ഥന ചോദിക്കുന്നു. പൊങ്ങന്താനത്തെ സൂസിയാൻ്റെയുടെ കൊച്ചുമക്കൾ 2 ആൺപിള്ളേർ, അവർക്കും പനിയാൽ ഭാരപ്പെട്ട് കടന്നു വന്നിട്ടില്ല. അവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമൻ യാചന നൽകുമേ, യേശുവിൻ മൂലമൻ യാചന നൽകുമേ.
ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങളെ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ അടുത്തു വന്ന് അപ്പ എന്ന് വിളിപ്പാൻ ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ധ്യാനങ്ങളും പാട്ടുകളും എല്ലാം ഞങ്ങളുടെ കർത്താവിന് പ്രസാദകരമായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ആലയത്തിനുള്ളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾ വ്യക്തിപരമായി ഞങ്ങളോട് ഇന്നത്തെ വചനങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവെ, അവിടുത്തെ ഒരു മനസ്സ് ഞങ്ങൾക്കുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങൾക്കുള്ളവരായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവിടുന്ന് ക്രൂശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യവും വന്നിരിക്കുന്നു. കർത്താവെ, ഒരു മനസ്സോടെ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ അടുത്ത് വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മേൽ ജയം തരുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ ദൈവദാസൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോയാലും ഞങ്ങളുടെ കർത്താവ് വരികയും ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. 38 ആണ്ട് കുളക്കവൽ കിടന്നാലും കർത്താവ് അതിൻ്റെ സമീപത്തൂടെ ഒരു ദിവസം കടന്നു വരും. മരിച്ച 3 ദിവസം കഴിഞ്ഞു പോയാലും ജീവിപ്പിക്കാൻ കഴിയുന്ന ശക്തനായ ഒരു കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ ഹൃദയം എങ്ങനെയായിരിക്കുന്നുവോ എന്നതാണ് ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളെന്ന വ്യക്തിത്വത്തിൻ്റെ ആകെ തുക കർത്താവ് എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് താഴ്മയും വിനയവുമുള്ളവരായി ദൈവസന്നിധിയിൽ ഏറ്റവും ലാളിത്യമായ ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം സ്നേഹിപ്പാൻ അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. ആ സ്നേഹത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഇന്നിവിടെ ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ഏകോദര സഹോദരങ്ങളോടെ അപ്പൻ്റെ മക്കളെന്ന ഒരൊറ്റ ചിന്തയോടെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിൻ്റെ വചനം പറയുക, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്ന വചനം ഇന്ന് രാത്രി ഞങ്ങളിൽ നിറവേറപ്പെടുന്ന കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ കാണിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾ 1000 ഇടങ്ങളിൽ ഞങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ. ഞങ്ങൾ അപ്പൻ്റെ സന്നിധിയിൽ ഒന്നിച്ചായിരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം തുറന്ന ഒരു ഹൃദയവുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഏത് ഡിനോമിനേഷനിൽ നിന്ന് വന്നവരെന്നല്ല കർത്താവേ, പിന്നെയോ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ വചനം ശുഷ്കാന്തിയോടെ ശ്രദ്ധിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഞങ്ങൾ ഈ രാത്രി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ ദൈവദാസനെയും കുടുംബത്തെയും ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണം. നന്മയും തിന്മയും തിരിച്ചറിയുവാൻ പ്രായമായപ്പോൾ കർത്താവിൻ്റെ ഹല്ലേലൂയ ആ പിൻപറ്റി ജീവിപ്പാൻ തക്കവണ്ണം അവരെ സഹായിക്കണം. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിന് അനുരൂപമായി പോകാതെ നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ദൈവത്തിൻ്റെ ഹിതം തിരഞ്ഞെടുത്ത് ജീവിപ്പാൻ അവരെ അവിടുന്ന് പഠിപ്പിച്ച് നടത്തണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെയല്ല, കർത്താവ് അവരെ അനുഗ്രഹിച്ച് ശിക്ഷിച്ചും ലാളിച്ചും നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ വശവാദം ചെയ്യുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട്. ഒനേസിമോസിനെ പറ്റി പൗലോസ് പറയുന്നത് പോലെ ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ കുറ്റങ്ങളൊക്കെ അവൻ നിന്നോട് എന്തെങ്കിലും പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ എൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക എന്ന് ഫിലമോനോട് പറയുന്ന ഒരു നല്ല അപ്പനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കർത്താവ്. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം ഞങ്ങളോട് ക്ഷമിക്കുകയും പിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ, സ്തോത്രം, ഏകാഗ്രതയോടെ ഞങ്ങൾക്ക് വേണ്ടി ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം. ആ ദൈവത്തിൽ തന്നെ ഞങ്ങൾ ശരണം വെക്കും. ഇന്നീ രാത്രി ഇവിടെ കടന്നു വന്ന ജനത്തെ അടിയൻ ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇരിക്കുന്ന ഈ ദേവാലയത്തിന് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യട്ടെ. ഏകമനസ്സോടെ അങ്ങയുടെ വാക്കുകളെ ശ്രദ്ധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. എന്ന് ഞങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും.
സമാധാനത്തോടെ ഞങ്ങൾ കടന്നു വന്നതുപോലെ സന്തോഷത്തോടെ ഞങ്ങളുടെ ഗ്രഹങ്ങളിൽ എത്തിച്ചേരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. ആരാധനയ്ക്കായിട്ട് എഴുന്നേക്കാം. പാഠപുസ്തകത്തിലെ 147 പാട്ട്, 147. പെന്തക്കോസ്തു നാളിൽ മുൻമഴ വീഴ്ച പരമപിതാവേ മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ വീഴ്ച പരമപിതാവേ മഴ നൽകാം. പിന്മഴ പെയ്യേണം, മാലിന്യം മാറേണം, ജനമുണർന്നു വേല ചെയ്തിടാൻ. പിന്മഴ പെയ്യേണം, മാലിന്യം മാറേണം, ജനമുണർന്നു
പ്രാർത്ഥന കർത്താവിനെ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം യേശുവിനായി ഈ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ഞായറാഴ്ചയുടെ രാത്രി സമയത്ത് കർത്താവെ ഞങ്ങൾക്ക് ഈ ആലയത്തിൽ കടന്നു വരുവാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരാൻ സാധിക്കാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് ആശ്വാസവും വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് പാടുവാനും പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ തന്നിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. യഹോവ ഭക്തിയോടുകൂടി ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ ഓരോ ദിവസവും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മറ്റുള്ളവരോട് കരുണയോടും ദൈവത്തോടും ഒക്കെ ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം പറയുന്ന മോചനം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം കേൾവി ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീർന്നമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേൾക്കായി സ്തോത്ര സലേഷണം തന്നെ. പാഠപുസ്തകത്തിലെ 55-ാമത്തെ പാഠം. എത്ര നല്ലവൻ നായകൻ